ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സാമിനേഷൻ, അതായത് നമ്മുടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നടത്തുന്ന കുറച്ച് ടെസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ, ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാന്, വാക്സിനേഷൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടു ഐഡൻറ്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സിന്, അതായത് ജനിതകപരമായിട്ടുള്ള ഡിസോർഡേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള 2 ടെസ്റ്റുകളാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങും എംനിയോ സിന്തസിസും അല്ലേ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ വില്ലസിന് എടുത്തിട്ട് സാമ്പിൾ എടുത്തിട്ട് 10 to 12 വീക്കിനുള്ളിൽ ജസ്റ്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ എംനിയോ സിന്തസിസ് എന്ന് പറഞ്ഞാലും എംനിയോട്ടിക് ഫ്ലൂയിഡിൽ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റിനെയാണ് എംനിയോ സിന്തസിസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എന്ത് ചെയ്യണം, ബേബി പൂർണ്ണ വളർച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന സംഭവമാണ് പ്രസവം അഥവാ പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നേച്ചുറൽ പ്രോസസ് ദാറ്റ് മാർക്ക് ദ എൻഡ് ഓഫ് ദി പ്രഗ്നൻസി ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദി ന്യൂ ലൈഫ് ഔട്ട്സൈഡ് ദ വോം. അതായത് ആ ഒരു പ്രഗ്നൻറ്റിയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ നടക്കുന്നതാണ് ഒരു ന്യൂ ബേബിയുടെ ഫസ്റ്റ് ഘട്ടമാണ് ഇവിടെ നടക്കുന്നത്. സെർവിക്സിലൂടെ വജൈനയിലൂടെയാണ് നമ്മുടെ ബേബി പുറത്തോട്ടേക്ക് വരിക. അത് നമ്മുടെ പ്രസവം പാർച്ചുറേഷൻ എന്ന് പറയുന്നത് നോർമൽ പ്രസവമുണ്ട്, അതേപോലെ തന്നെ സി സെക്ഷനും ഉണ്ട്. സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേബീനെ ഡെലിവറിയുടെ സമയത്ത് നോർമൽ ഡെലിവറി ഈസ് നോട്ട് പോസിബിൾ. പോസിബിൾ ആവാത്ത സാഹചര്യത്തിൽ, പല പ്രശ്നങ്ങൾ കൊണ്ട് പോസിബിൾ ആവാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സി സെക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെലിവറി എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം ബേബിക്ക് എന്ത് വേണം, മിൽക്ക് വേണം അല്ലേ. അപ്പോൾ മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് ബേബിയുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്നതാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഒരു യെല്ലോ കളറിലുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലിക്വിഡാണ് എന്ത്, കൊളസ്ട്രം എന്ന് പറയുന്നത്. ദിസ് വിൽ ഗിവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. ദിസ് മസ്റ്റ് കമ്പൽസറി ആണ്. ഇത് കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് ശേഷമാണ് ബേബിക്ക് നമ്മൾ മിൽക്ക് കൊടുക്കുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നതാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് വളരെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നൊരു സാധനമാണ്. ഓക്കെ, അതേപോലെ ഓൺലി ബ്രസ്റ്റ് ഫീഡ് ഷുഡ് ബി ഗിവൺ അപ് ടു 6 months. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക, കുഞ്ഞ് ജനിച്ചിട്ട് 6 മാസം വരെ എപ്പോഴും ബ്രസ്റ്റ് ഫീഡാണ് വളരെ ഇമ്പോർട്ടൻറ്റും നമ്മൾ കൊടുക്കേണ്ടതും. അതിന് ശേഷം മാത്രമേ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുട്ടിക്ക് ബേബിക്ക് കൊടുത്തു തുടങ്ങുക. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്സിൻസ് എടുക്കുക എന്നുള്ളത്. ബ്രസ്റ്റ് ഫീഡ് മിൽക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്സിൻസ്. ആർ ഓൾസോ ബേബീസ് ബർത്ത് റൈറ്റ് വാക്സിനേഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു അക്വയർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി ജനന സമയത്ത് അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം എടുക്കുന്ന ഒരുപാട് വാക്സിനുകളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് പറയുന്നതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലേ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേബിക്ക് ഉണ്ടായി, നമ്മളിപ്പം വിചാരിക്കുകയാണ് ഇപ്പോഴൊന്നും എനിക്കൊരു പുതിയൊരു ന്യൂ ബേബിനെ വേണ്ട, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മതി, 3 വർഷം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിൽ ഫസ്റ്റാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗുളികകൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഡയഫ്രാണ്, പ്രിവെൻറ്റ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസിലേക്ക് സ്പേം എത്താതിരിക്കാനുള്ളതാണ് ഡയഫ്രം. പിന്നെയുള്ളത് കോണ്ടം അതേപോലെ തന്നെയാണ് പ്രിവെൻറ്റ് ടു ദ ഡെപ്പോസിറ്റ് ഓഫ് ദി സ്പേം ഇൻ ദ വജൈനക്കകത്ത് സ്പേം എത്താതിരിക്കാനുള്ളത് ആണ് കോണ്ടവും. അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉറയാണ്. അതേപോലെ തന്നെ ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, അതേപോലെ സ്പെർമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് ഫോമാണ്. അതും അവിടെ സെർവിക്സിൽ യൂട്രസിനകത്ത് സ്പേം എത്തിക്കഴിഞ്ഞാൽ അതിനെ ഡെസ്ട്രോയ് ചെയ്യുന്നതാണ് സ്പെർമിസൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളതാണ് ട്യൂബെക്ടമിയും വാസക്ടമിയും. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ബൈ കട്ടിങ് ഓർ ടൈയിങ് ദ ഒവിഡക്റ്റ് ദ പാസേജ് ഓഫ് ദി ഓവം ഈസ് ബ്ലോക്ക്ഡ്. അതായത് ഓവം ഒവിഡക്റ്റിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈ ചെയ്തിട്ട് വെക്കുക. അതേപോലെ തന്നെയാണ് വാസക്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിലിലുള്ളതാണ്. ബൈ കട്ടിങ് ഓർ ടൈയിങ് വാസ് ഡിഫറൻസ് ദ പാസേജ് ഓഫ് ദി സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ സ്പേം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈ ചെയ്യുക, കെട്ടി വെക്കുക. അതിനെയാണ് നമ്മൾ വാസക്ടമി എന്ന് പറയുക.
ഓക്കെ, ഇനി ചിലരിൽ കാണുന്നതാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത് അല്ലേ. ഇഫ് എ കപ്പിൾസ് ഇസ് അൺഎബിൾ ടു കൺസീവ് നാച്ചുറലി, അതായത് ചില ആൾക്കാർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊന്നും ആവില്ല, കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും ആവുക, ചില ആൾക്ക് ആവുന്നേ ഇല്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഫെർട്ടിലിറ്റി വന്ധ്യത വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ചില ആൾക്ക് ഡിഫക്റ്റ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, അതേപോലെ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേം ആൻഡ് ദെയർ മോർട്ടാലിറ്റി, അതായത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയുക, അതേപോലെ തന്നെ മോർട്ടിലിറ്റി കുറയുക, അതേപോലെ ഒരുപാട് ഡിസീസസ് രോഗങ്ങളുണ്ടാകുക, ഇതൊക്കെ നമുക്ക് വന്ധ്യതയ്ക്ക് കാരണമാകും. അതേപോലെ തന്നെ ഓവുലേഷനിൽ വരുന്ന ഡിസോർഡേഴ്സ്, അതേപോലെ ഫെലോപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്ക്, അതേപോലെ തന്നെ PCOS, PCOD തുടങ്ങിയ കുറേ കാരണങ്ങൾ കൊണ്ടും നമുക്ക് വുമൺസിലും എന്തുണ്ടാവാം, ഈ പറയുന്ന ഡിസോർഡർ വന്ധ്യത ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹോർമോൺ ആൻഡ് സെമൻ ടെസ്റ്റിസ് ഇൻ ദ ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അതേപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വന്ധ്യതയ്ക്ക് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ അതിനായിട്ടുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഉണ്ട് ഒരുപാട്. അതേപോലെ തന്നെ IVF ടെസ്റ്റ് ട്യൂബ് ശിശുക്കളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ പെട്ടതാണ്. ഇനി നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സെക്ഷൽ പരമായിട്ട് പരസ്പരം കിട്ടുന്ന ഒരുപാട് രോഗങ്ങൾ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ മെയിൻലി ട്രാൻസ്മിറ്റഡ് ത്രൂ ദി സെക്ഷൽ കോൺടാക്റ്റ്. സെക്ഷൽ കോൺടാക്റ്റിലൂടെ കിട്ടുന്നതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ദീസ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ആൻഡ് പാരസൈറ്റ്സ്. അതായത് ബാക്ടീരിയയും വൈറസും ഫംഗയും പാരസൈറ്റ്സും ഒക്കെയാണ് ഈ ഒരു രോഗം പടർത്താൻ കാരണം. മോസ്റ്റ് കോമൺ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഏതെന്ന് വെച്ചാൽ നമുക്കറിയാം, എയ്ഡ്സ്, ക്ലമഡിയാസിസ്, ഗൊണോറിയ തുടങ്ങിയതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, 2-3 പേരുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതിന് എതിരെയുള്ള വാക്സിനേഷൻ അഗേൻസ്റ്റ് HPV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ ആർ അവൈലബിൾ. ആൻഡ് അഡീഷൻ എൻഷുറിങ് ജെനിറ്റൽ ഹൈജീൻ, സീക്കിംഗ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഇറ്റ് സിംറ്റംസ് ഒക്കർ ക്യാൻ ഹെൽപ്പ് പ്രിവെൻറ്റിങ് ലോങ് ടേം കോൺസിക്വൻസസ്, റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എല്ലാ ജീവികളും ഒരേപോലെയല്ല റീപ്രൊഡക്ഷൻ നടത്തുന്നത്. എവല്യൂഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിഷ് ആൻഡ് ആംഫിബിയൻസൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക അല്ലേ. ഫിഷിൻ്റെ കാര്യത്തിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്, അതായത് അവരുടെ പുറത്ത് വെച്ചിട്ടായിരിക്കും അവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസിലൊക്കെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. Then egg hatched outside the body. The embryo is fully developed using nutrients inside the egg. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിലും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.